കാക്കുത്തി, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. കാക്കുത്തി, ഒരാൾ ഒരു നല്ല കാര്യം പറയുമ്പോഴേ ചിരിച്ചോണ്ട് താങ്ക്സ് എന്ന് പറയണം, അല്ലാതെ മുഖം വീർപ്പിച്ചിരിക്കുകയല്ല വേണ്ടത്. പറ, എന്താന്ന് വെച്ചാ പറഞ്ഞു. നുണ പറഞ്ഞിട്ടാണെങ്കിലും അക്കുച്ചേട്ടൻ വിചാരിച്ച കാര്യം നേടിയെടുത്തല്ലോ. ഞാൻ എന്ത് ചെയ്തു? പിന്നെ ബാലമാമന്റെ മുന്നിൽ കാണിച്ചെന്താ എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? അയ്യോ, ഞാൻ സത്യം പറഞ്ഞത്. സൗമ്യ എന്നെ വിളിച്ചു, സത്യമായിട്ട് വിളിച്ചു. നീ വരുന്നില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ സൗമ്യയോട് പറഞ്ഞത് അബദ്ധത്തിൽ അച്ഛൻ കേട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? കിടന്നുരുളണ്ട. കിടന്നുരുളാനും ഞാൻ ഓക്കെ തന്നെ. എന്താ എന്താ പറഞ്ഞേ? അതോ, അത് ഈ സ്പീഡ് മതിയോ അതോ കൂട്ടണോന്ന് ചോദിച്ചതാ. ഈ സ്പീഡ് മതിയല്ലേ? ഇതാവുമ്പോ സേഫാ. ഇതാരുടെ കാറാ അക്കുച്ചേട്ടാ? ഇതോ, ഇതിന്റെ ഫ്രണ്ടിന്റെ കാറാ. അല്ല, അക്കുച്ചേട്ടൻ തനിയെ പോകാനായിരുന്നെങ്കിൽ പിന്നെന്തിനാ ഫ്രണ്ടിന്റെ കാറ് വാങ്ങിയ? ചോദിച്ചതിന് മറുപടി പറ അക്കുച്ചേട്ടാ. ഒറ്റയ്ക്കാണെങ്കിലും കാറി പോവാന്ന് വിചാരിച്ചു. ചുമ്മാ നുണ പറയല്ലേ. നുണയോ? ഞാനോ? ഞാൻ നുണ പറയാറേയില്ല, നിനക്കറിയില്ലേ? സത്യം ഞാൻ പറയാം. ബാലമാമയെ കൊണ്ട് പറയിപ്പിച്ച് എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോകാൻ മുന്നേ തന്നെ അക്കുച്ചേട്ടൻ പ്ലാൻ ചെയ്ത് ഫ്രണ്ടിനെ കാറ് വാങ്ങിച്ചതല്ലേ? അത് അക്കുച്ചേട്ടാ, അതല്ലേ സത്യം? അതൊന്നുമല്ല. പ്ലാനിംഗ് ഒന്നും ഇല്ല കാക്കോത്തി. കാറില്ലായിരുന്നെങ്കിലും നീ എന്നോട് ബൈക്കിൽ വരത്തില്ലായിരുന്നു. നമ്മള് ഇതിനു മുന്നേയും ബൈക്കിൽ പോയിട്ടുള്ളതല്ലേ? ഓഫീസിലുള്ള എല്ലാവരും ഉണ്ടാവില്ലേ? കാറിൽ ചെന്ന് അതൊരു അന്തസ്സല്ലേ? അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഒന്ന് സമ്മതിച്ചു തരണ്ട. അക്കുച്ചേട്ടൻ പറഞ്ഞെന്നോണ എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. അല്ല, ഇപ്പൊ പാടുന്നില്ല. നമുക്ക് കുറച്ച് സംസാരിച്ചു പോവാലോ. എന്ത് സംസാരിക്കാൻ? കാക്കോത്തി, എന്നോട് ഒന്നും സംസാരിക്കാനില്ല? സംസാരിക്കാൻ ഒരുപാടുണ്ട് അക്കുച്ചേട്ടാ. എന്നാൽ ഇപ്പൊ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, നമുക്ക് പാട്ട് കേട്ട് പോയാലോ? ശരി, എന്നാ പാട്ട് കേക്ക്.